IVF സെന്റേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോഴാണല്ലോ കാണാൻ തുടങ്ങിയത്. ജെൻഎക്സും എനിക്ക് തോന്നുന്ന ജെൻ വൈയുടെ ഒരു ആദ്യ കുറച്ച് ഭാഗങ്ങളിലുമായിട്ടൊക്കെ ജനിച്ച ആളുകൾ വലിയ പരിക്കൊന്നുമില്ലാതെ പോയി. അതിനുശേഷം എന്തുകൊണ്ട് IVF സെന്റേഴ്സിന് ഇത്രയും പ്രാമുഖ്യം വന്നു എന്നുള്ളത് ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ചിന്തിച്ചാൽ അറിയാം. അതായത് ഞാൻ പറഞ്ഞ മുമ്പത്തെ ജനറേഷന്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ട്യൂഷൻസ് ഇല്ല. 9:30-ക്കോ 10 മണിക്കോ തുടങ്ങുന്ന ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ 5 മണിയാകുമ്പോൾ വീട്ടിൽ വരും. അവിടെയൊക്കെയുള്ള കുട്ടികളുമായിട്ട് കളിച്ച് വൈകുന്നേരം വന്ന ഒരു സന്ധ്യാപ്രാർത്ഥനയും കഴിഞ്ഞ് 8 മണിക്ക് അത്താഴം കഴിഞ്ഞ് 10 മണിക്ക് ഒരു സ്ട്രെയിനും ഇല്ല. ഇന്നത്തെ കുട്ടികൾ എന്താ ഫേസ് ചെയ്യുന്നത്? ഈ അടുത്ത ഇടയ്ക്ക് ഒരാൾ പറയുന്നുണ്ടായിരുന്നു 12 മണിക്ക് ഓൺലൈൻ ട്യൂഷൻ ഉണ്ടെന്ന്. രാത്രി 12 മണിക്ക് ഓൺലൈൻ ട്യൂഷൻ ഉണ്ട്, ബാക്കി സ്ലോട്ട്സ് ഒന്നും ഇല്ല. ഉറക്കത്തിന്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് 13 വയസ്സ് വരെയുള്ള കുട്ടികൾ മിനിമം 9 മണിക്കൂർ ഉറങ്ങിയിരിക്കണം. ഔട്ട് ഓഫ് 24 hours ആണ്. ഇപ്പോൾ ഔട്ട് ഓഫ് 48 hours പോലും കുട്ടികൾക്ക് 9 മണിക്കൂർ ഉറക്കം തികച്ച് കിട്ടുന്നില്ല. ഇപ്പൊ എവിടെയാണ് നമ്മൾ ഈ മെറ്റബോളിസം എന്ന് വിളിക്കുന്നതിന്റെ സ്ഥാനം? ഇവിടെ ജീവിച്ച് തീർത്തത് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നത്. ഓവർനൈറ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ടല്ല. ടീനേജ് എന്ന് പറയുന്നത് പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡെവലപ്മെന്റൽ ഏജ് ആണ്. ഡെവലപ്മെന്റൽ ഏജിൽ ബോഡിക്ക് കൊടുക്കേണ്ട വിശ്രമവും ബോഡിക്ക് കൊടുക്കേണ്ട ന്യൂട്രീഷനും പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ പറയുന്ന IVF പോലെയുള്ള ചികിത്സാ രീതികൾക്ക് വിധേയരാകേണ്ട ആവശ്യം വരുന്നില്ല. ഒന്ന്, IVFന്റെ സക്സസ് റേറ്റ് തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ 49-50% ഉള്ളൂ. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു അഫെയർ ആണ്, പെയിൻഫുൾ ആണ്. ഇപ്പൊ എംപ്ലോയ്മെന്റിലൊക്കെ ഇരിക്കുന്ന ഒരു ഫീമെയിലിനെ സംബന്ധിച്ചിടത്തോളം ഒരു IVFന് പോകാന്ന് പറഞ്ഞാൽ ജോലി കളഞ്ഞു എന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ അതിനൊന്നും പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഡയറ്റും നല്ല ജീവിതശൈലിയും സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാനും. ഇന്നത്തെ കുട്ടികൾക്കൊന്നും സ്ട്രെസ് ഒന്നും ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഓവർകം ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് ആ പാഠ്യപദ്ധതി തൊട്ട് നമ്മൾ പുനഃപരിശോധിച്ച് അതിൽ കറക്ഷൻസ് വരുത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു എക്സ്റ്റെന്റ് വരെ പരിഹാരം കിട്ടും.